ഹലോ നമസ്കാരം. എൻ്റെ പേര് പറഞ്ഞാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനായി നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ആൻഡ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. അപ്പോൾ ജെമിനായി, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അത് ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഓർമ്മ വയ്ക്കണം, അത് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. എനിക്ക് കുറേ മെസ്സേജസ് ചിലപ്പോൾ കിട്ടും, അത് നിങ്ങളുടെ റീഡിങ്സ് കുറേ വേർഷൻസ് ഉണ്ട് നിങ്ങളുടെ റീഡിങ്സിൻ്റെ, അത് സ്പെസിഫിക് അല്ല. അപ്പം അങ്ങനത്തെയൊക്കെ മെസ്സേജസ് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ മാത്രമല്ല ഈ വീഡിയോനെ കാണുന്നത്, കുറേ വേറെ ജെമിനൈസും ഈ വീഡിയോനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഒരു സ്പെസിഫിക് പേഴ്സണിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ മെസ്സേജസും കുറേ മൾട്ടിപ്പിൾ മെസ്സേജസ് തന്നെ വരും ഒരു റീഡിങ്ങിൽ. ചിലത് അതിൽ ചില മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെസൊനേറ്റ് ആവും, ചിലത് റെസൊനേറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക ആൻഡ് റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സ്പെസിഫിക് ആയി റീഡിംഗ് വേണം വെച്ചാൽ ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക, അത് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? ഫൂൾ, ഏരീസ് എനർജി, Eight of Pentacles, Wheel, Nine of Pentacles, നിങ്ങളുടെ പേഴ്സന്റെ ഫീലിംഗ് ഡെവിൽ, Emperor, Eight of Wands, Judgment. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? Seven of Cups ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ എനർജി 7 of Cups ആണ്. ഇവിടെ കുറെ കൺഫ്യൂഷൻ ഉള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ സമയം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഷുവർ അല്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട്. പറഞ്ഞാൽ ഈ പേഴ്സണിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഷുവർ അല്ല. അല്ലാണ്ട് വേറെ ആൾക്കാരും ഉണ്ട്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കണ വേറെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതും കുറച്ചൊരു കൺഫ്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യണത്. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇത് ടെംപ്ടേഷൻസിൻ്റെ എനർജിയാണ്. കുറെ വേറെ ആൾക്കാർ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യണോ, ഇല്ല വെച്ചാൽ വേറെ ഓപ്ഷൻസ് കാരണം നിങ്ങൾ ടെംപ്റ്റഡ് ആവണോ, അതും ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് 7 of Cupsന്റെ. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഹൈ പ്രീസ്റ്റസ് ആണ്, ഇത് പൈസീസ് എനർജിയാണ്. പക്ഷെ ഇത് കുറെ ഒരു സൈലൻസിന്റെ എനർജിയുമാണ്. മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് അങ്ങനെ ടച്ചിലായിരിക്കില്ല, ഓരൽ സെപ്പറേറ്റഡ് ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കുറിച്ചാണ് ഓർക്കണത്, നിങ്ങളെ മിസ് ചെയ്യണു. പക്ഷെ ഇവർ അവരുടെ ഫീലിങ്സ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യണില്ല, ഓപ്പൺ ആയിട്ട് സംസാരിക്കണില്ല. എന്തോ ഒരു ഹിഡൻ എനർജി ഉണ്ട്, എന്തോ അവർ ഒളിപ്പിക്കാൻ നോക്കണ മാതിരി. ഇതർ അവർ ഫീലിങ്സ് ആണ് ഷെയർ ചെയ്യാണ്ട് വെക്കണത്, ഓരൽസ് എന്തോ വേറെ സീക്രറ്റ്സ് ഉണ്ട് ഈ പേഴ്സന്റെ. ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാം എന്താണെന്ന് ഇത്. പക്ഷെ നിങ്ങളുടെ എനർജിയിൽ ഫൂളാണ്. ഇതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ എനർജിയാണ്, ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരു ന്യൂ സ്റ്റാർട്ടിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. ഫൂൾ ഏരീസ് എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഈ സമയത്ത് സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ മേ ബി നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ആൻഡ് നിങ്ങളുടെ അതുകൊണ്ടാണ് ഓപ്ഷൻസ് കുറെ ഓപ്പൺ ആയി വെക്കണത്. എന്നുവെച്ചാൽ നിങ്ങൾ പുതിയ ഓപ്ഷൻസ്, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യണത്, അങ്ങനത്തെ ഒരു എനർജിയിലാണ്.
നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് കുറെ ഒരു ഒബ്സെസീവ് എനർജിയിലാണ്. ഡെവിൽ ഒരു ഒബ്സെസ്ഡ് എനർജിയുടെ പേഴ്സന്റെ എനർജിയാണ്. അതല്ലച്ച ഇതൊരു മാന്യുപ്പുലേറ്റീവ് പേഴ്സന്റെ എനർജി ആയിരിക്കാം. ഈ പേഴ്സൺ വേണിച്ചിട്ടാണ് നിങ്ങളുടെ കൂടെ സംസാരിക്കാണ്ടിരിക്കണേ. അത് മാന്യുപ്പുലേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മാന്യുപ്പുലേഷൻ ടെക്നീക്കാണ്. ഒരു പാസീവ് അഗ്രസീവ് എനർജിയാണ് ഇത്. അതല്ലാച്ചാൽ ഈ പേഴ്സന്റെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അവർ കുറെ സ്റ്റാഗ്നന്റ് ആയിട്ട് ആയിരിക്കും ഫീൽ ഉണ്ടാവുക. എന്തായാലും അവർ നിങ്ങളെ കുറിച്ച് കുറെ ഒബ്സെസീവ്ലി ആയിട്ട് അവരുടെ മനസ്സിൽ നിങ്ങളുടെ തോട്ട്സേ ഉള്ളൂ. അപ്പൊ അത് കുറച്ചൊരു അൺഹെൽതി ടോക്സിക് സിറ്റുവേഷൻ ആയിരിക്കാം. എന്നുവെച്ചാൽ അവർ കുറെ ഒബ്സെസ്ഡ് ആണ്, പക്ഷെ അവർ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. നിങ്ങളുടെ എനർജിയിൽ 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കുറെ ഫോക്കസ്ഡ് ആണ്, കരിയറിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കണത്. ബിസി ടൈമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മേ ബി നിങ്ങൾ ഈ പേഴ്സണിനെ നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ പേഴ്സൺ നിങ്ങളുടെ ബോസും ആവാം, ഓരൽസ് ഒരു കലീഗ് ആവാം. ഈ പേഴ്സന്റെ എനർജിയിൽ എംപറർ ആണ്. ഏരീസ് എനർജി ആദ്യം ഇവിടെ കാണുന്നു. അപ്പോൾ അഗൈൻ ഈ പേഴ്സൺ കുറെ ഒരു വെൽ ടു ഡു പേഴ്സൺ ആണ് എനിക്ക് തോന്നുന്നു. ഒരു കമാൻഡ് ഉള്ള പേഴ്സൺ ആണ്. അപ്പൊ അവരുടെ പൊസിഷൻ ഒരു നല്ല പൊസിഷനിലായിരിക്കും ഈ പേഴ്സൺ. ചില കേസസിൽ എംപറർ മാരീഡുമാണ്. അപ്പോൾ അതും ഒരു ടോക്സിസിറ്റി ആയിരിക്കാം. ഈ പേഴ്സൺ ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ വീലാണ് നിങ്ങളുടെ എനർജിയിൽ. നിങ്ങൾ ആക്ച്വലി ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന്റെ സമയം ഇപ്പോൾ ശരിയല്ല. നിങ്ങൾ ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ മേ ബി നിങ്ങൾ രണ്ടാളും റീയുണൈറ്റ് ചെയ്യും. നിങ്ങൾ വെയിറ്റ് ചെയ്യണത് ശരിയായ സമയമാവുമ്പോൾ എല്ലാം ശരിയാവും എന്ന് ഹോപ്പ് ചെയ്യണു. ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. അവർ ട്രാവൽ ചെയ്യും, നിങ്ങളുടെ അടുത്ത് വരും, ഇല്ലാച്ച മെസ്സേജ് ചെയ്യും, മെസ്സേജ് അയക്കും, ഇല്ലാച്ച കോൾ ചെയ്യും. ഞാൻ പക്ഷെ കാണുന്നത് നിങ്ങൾ കുറെ ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കിയാലും നിങ്ങൾ ചിലപ്പോൾ റീകൺസൈൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യില്ല. ഈ പേഴ്സന്റെ എനർജി ജഡ്ജ്മെന്റ് ആണ്. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്, നിങ്ങളുടെ ഡിസിഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അവർക്ക് ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 7 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി എന്താണ്? 5 ഓഫ് കപ്സ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഓൾറെഡി ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി പോയി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഹൈ പ്രീസ്റ്റസ് ഈ പേഴ്സന്റെ എനർജി എന്തുകൊണ്ടാണ്? ഈ പേഴ്സൺ ആക്ച്വലി കുറെ സ്ട്രെസ്ഡ് ആണ്. നിങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട നിങ്ങളുടെ തോട്ട്സ് ഈ പേഴ്സണെ കുറെ ഒബ്സെസീവ്ലി, ഞാൻ പറഞ്ഞ മാതിരി അവർ നിങ്ങളെ കുറിച്ച് തന്നെയാണ് തോട്ട്സിൽ നിങ്ങൾ തന്നെയാണ്, അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. പക്ഷെ കുറെ ഒരു ഒബ്സെസീവ് മാതിരിയാണ് അവരുടെ തോട്ട്സ് ഒക്കെ. ആൻഡ് അതുകൊണ്ട് കുറെ ആങ്സൈറ്റി അവർക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, നിങ്ങൾ ആദ്യം ഈ പേഴ്സണിനെ ഒരു ചാൻസ് തരുമോ. അപ്പൊ അങ്ങനത്തെ കുറെ വറി, ആങ്സൈറ്റി, അവർ ശരിക്കും ഉറക്കമില്ലാണ്ട് ആണ്, അങ്ങനത്തെ ഒരു ലൈഫാണ് അവർ ജീവിക്കണത്. ഹാപ്പി അല്ല എന്തായാലും ഈ പേഴ്സൺ. അപ്പൊ നിങ്ങളുടെ എനർജിയിൽ ഫൂൾ എന്താണ്? അപ്പൊ നിങ്ങളൊരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലാണ് പോണത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങളും ഈ പേഴ്സന്റെ ഇടയ്ക്ക് ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഡെത്ത് സ്കോർപിയോ എനർജിയാണ്. ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്. ലവേഴ്സ് ജെമിനി എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഒബ്സെസീവ്ലി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ കുറിച്ച് ആലോചിക്കണു, പക്ഷെ ഒന്നും ആക്ഷൻ എടുക്കണില്ല. 8 ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ എനർജി എന്താണ്? 10 ഓഫ് വാൻഡ്സ്. അപ്പൊ നിങ്ങൾ ഒരു ബേർഡൻ റിലീസ് ചെയ്യാനാണ് നോക്കണത്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് നോക്കണത് ഈ പേഴ്സന്റെ എനർജീനെ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിലായിരിക്കും നിങ്ങളുടെ എനർജിയും എഫേർട്ടൊക്കെ ഇടുണ്ടാവുക. എംപറർ ഈ പേഴ്സന്റെ എനർജി എന്തുകൊണ്ടാണ്? ക്വീൻ ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ ലൈഫിൽ മേ ബി വേറെ ആരെങ്കിലും ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി അവർ മാരീഡ് ആയിരിക്കാം. കിങ് ഓഫ് കപ്സ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡിവൈൻ കപ്പിളാണ് കാണുന്നത്. ആൻഡ് മേ ബി അവർ മാരീഡ് ആയിരിക്കാം. ദ വീൽ, നൈറ്റ് ഓഫ് സോർഡ്സ്. നിങ്ങൾ ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ബെറ്റർ ആവും ഫ്യൂച്ചറിൽ. നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലാണ് പോകാൻ നോക്കണത്. പക്ഷെ എവിടെയോ നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സന്റെ മെസ്സേജോ കോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്ന്. 8 ഓഫ് വാൻഡ്സ് ഈ പേഴ്സന്റെ എനർജി എന്താണ്?
അവർ ഒരു മെസ്സേജ് കൊണ്ടുവരും, അവർ ഒരു മെസ്സേജ് അയക്കും. ആൻഡ് ഒരു ഓഫർ ഇവിടെ വരുന്നുണ്ട്, ഒരു ലോങ് ടേം സ്റ്റേബിൾ ഓഫർ ഇവിടെ വരാൻ പോകുന്നുണ്ട്. 9 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ എനർജി. നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ പേഴ്സൺ എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്യും എന്ന് ഹോപ്പ് ചെയ്യണു. ജഡ്ജ്മെന്റ് ഇവിടെ ഈ പേഴ്സന്റെ എനർജി. 10 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ ഈ പേഴ്സൺ, ഈ നിങ്ങളെ ഡീൽ ചെയ്യണ പേഴ്സൺ, അവർ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മാരീഡ് ആയിരിക്കാം. ആൻഡ് അവർ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അവരും ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അതല്ലാണ്ട് അവർ നിങ്ങളുടെ ഡിസിഷന് വേണ്ടിയിട്ടുമാണ് വെയിറ്റ് ചെയ്യണത്. നിങ്ങൾ ഈ ഓഫറിന് യെസ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവർ ചിലപ്പോൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, വാട്ട് എവർ. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അവർ എന്തോ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ആക്ഷൻ ഈ പേഴ്സൻ്റെ എന്തായിരിക്കും? ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ആൻഡ് സൺ. അപ്പോൾ ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്, ഒരു അബണ്ടന്റ് എനർജി ഞാൻ കാണുന്നു. ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആരാണ്? 8 ഓഫ് കപ്സ്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ആരോ വിട്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരണത്. ആൻഡ് അവിടെ ഞാൻ കുറെ ഒരു ഹാപ്പിനെസ് ഞാൻ കാണുന്നുണ്ട്, ക്ലാരിറ്റി കാണുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും അത് അവർക്ക് 2 ആൾക്കാരുടെ കൂടെ ഒരു ലൈഫ് ഉണ്ടാവാൻ പറ്റില്ല. അവർക്ക് ഒരു പേഴ്സണെ വിട്ടിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരാൻ. ആ ഒരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഔട്ട്കം ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഔട്ട്കമ്മിലും ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അവർ ഒരു മെസ്സേജ് അയക്കും, ഒരു ഹാപ്പി റീകൺസിലിയേഷൻ ഉണ്ടാവും ഇവിടെ. കുറെ സക്സസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ. പക്ഷെ അവർക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. അതൊരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആവും അവർക്ക് വേണ്ടിയിട്ട്. ആൻഡ് അതിന് കുറച്ച് സമയം എടുക്കും. ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ അവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഈ സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നാണ് ഞാൻ കാണുന്നത്. ഇവിടെ ലിയോ എനർജി ഇൻ ദ സൺ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ജെമിനായി. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാം. ഞാൻ അവൈലബിൾ ആണ്. ബുക്കിംഗ്സ് ലിമിറ്റഡ് ആണ്, അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയാൽ അതിൽ എൻ്റെ വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഞാൻ അവിടെയും നിങ്ങൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. എല്ലാം ഡീറ്റെയിൽസ് വെബ്സൈറ്റ്, ഇമെയിൽ എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ, റെസൊനേറ്റ് ചെയ്തോ, എന്നോട് ചാറ്റ് ചെയ്യുക ആൻഡ് പറയുക എങ്ങനെയാണ് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.